Hi students, welcome to Bosco Campus Vision. I am Clinton Clement, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. Today in this lecture, we will be discussing about financing through long-term loans or otherwise known as institutional finance. Commercial banks and specialized financial institutions provide long-term funds to corporations. Corporate sector ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ സോഴ്സ് ആണ് ലോങ് ടേം ലോൺസ് എന്നുള്ളത്. ഇത്തരത്തിലുള്ള ലോങ് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത് കൂടുതലുമായി കൊമേഴ്ഷ്യൽ ബാങ്ക്സും മറ്റ് സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുമാണ്. സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡെവലപ്മെന്റ് ബാങ്ക്സിനെയാണ്. ഒരു ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനെ നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാം: കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്സ്. The banks which provide financial assistance to industry for the economic development of the country are known as development banks. ഒരു ഇൻഡസ്ട്രിക്ക് ആവശ്യമായ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാങ്ക് ഒരു കൺട്രിയുടെ ടോട്ടൽ എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ആ ഒരു കൺട്രിയിലെ ഇൻഡസ്ട്രീസിന് ആവശ്യമായ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്ക്സിനെയാണ് നമ്മൾ ഡെവലപ്മെന്റ് ബാങ്ക്സ് എന്ന് പറയുക. ഇത്തരത്തിലുള്ള ബാങ്ക്സ് മറ്റ് പബ്ലിക്കുമായി ഡയറക്റ്റ് ഇന്ററാക്ഷൻ നടത്താറില്ല. കൂടുതലുമായിട്ട് ഇത്തരത്തിൽ ഇൻഡസ്ട്രീസിന് ആവശ്യകരമായ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് ആവശ്യകരമായ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക, ഇത്തരം ആക്ടിവിറ്റീസ് ഒക്കെയാണ് ഡെവലപ്മെന്റ് ബാങ്ക്സ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു എക്കണോമിയുടെ ടോട്ടൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഇൻഡസ്ട്രീസിനും മറ്റ് സെക്ടേഴ്സിനും ആവശ്യകരമായ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്ക്സിനെയാണ് നമ്മൾ ഡെവലപ്മെന്റ് ബാങ്ക്സ് എന്ന് പറയാം. ഒരു കോർപ്പറേറ്റ് സെക്ടർ കൂടുതലുമായി ഡിപ്പെൻഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഡെവലപ്മെന്റ് ബാങ്ക്സിനെയാണ്. ഡെവലപ്മെന്റ് ബാങ്ക്സ് വഴിയാണ് ഏറ്റവും കൂടുതൽ അവർ യൂസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ സോഴ്സ് ആയ ലോങ് ടേം ഫണ്ട്സ് അവർ കണ്ടെത്തുന്നത്. Now let us look into some of the development banks which provide the term finance to industrial sector. At first, the Industrial Finance and Corporation of India. The IFCI was established in 1948 under an act of the Parliament with the basic objective of providing industrial finance to industrial concern, especially to small scale industries in India. അപ്പോൾ ഇന്ത്യയിൽ 1948 ദ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് ആൻഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. പാർലമെന്റിൽ ഒരു ആക്ട് പാസ് ചെയ്യുന്ന വഴി ഇന്ത്യയിലുള്ള ഇൻഡസ്ട്രീസിന് ആവശ്യകരമായ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ്, അത്തരത്തിലുള്ള ഒരു ബേസിക് ഒബ്ജക്റ്റീവ് ആയിട്ടാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് ആൻഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്. കൂടുതലും ഇന്ത്യയിലെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് ആൻഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. This institution was transformed into a corporation from the 21st May 1993 with a view to provide greater flexibility to respond to the need of the rapidly changing financial system of India. From 21st May 1993, Industrial Finance and Corporation of India completely ഒരു കോർപ്പറേഷനായി മാറുകയും അതുവഴി ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അനുസരിച്ച് ആ ഒരു ചേഞ്ചിനനുസരിച്ച് ഫ്ലെക്സിബിൾ ആയി ഫംഗ്ഷൻ ചെയ്യാൻ നല്ലൊരു ഹൈലി കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായി ഇന്ത്യയിലുള്ള എല്ലാ ഇൻഡസ്ട്രീസിനും ഫണ്ട് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ഹൈലി കേപ്പബിൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായി ഫംഗ്ഷൻ ചെയ്യാനുള്ള രീതിയിലേക്ക് ഒരു കോർപ്പറേഷൻ ആയിട്ട് 21st May 1993 ട്രാൻസ്ഫോം ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഫോക്കസ് ചെയ്തുകൊണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് IFCI, ദ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് ആൻഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. The Industrial Credit and Investment Corporation of India, ICICI, was established in 1955 as a private sector development bank with the primary objective to provide development finance to enterprise in the private sector. ഇന്ത്യയിലുള്ള പ്രൈവറ്റ് സെക്ടേഴ്സിന് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഫിനാൻസ് ഡെവലപ്മെൻറ്റ് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് 1955 എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സെക്ടർ ഡെവലപ്മെന്റ് ബാങ്ക് ആണ് ദ ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ICICI. The main purpose for which financial assistance is extended by ICICI is for the purpose of capital assets such as land, building and machinery. ICICI അതിൻ്റെ കോമൺ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രൈവറ്റ് സെക്ടേഴ്സിലുള്ള ഓർഗനൈസേഷന് അവർക്ക് ആവശ്യകരമായ ക്യാപിറ്റൽ അസറ്റ്സ്, ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി തുടങ്ങിയ ക്യാപിറ്റൽ അസറ്റ്സ് പർച്ചേസ് ചെയ്യാൻ ആവശ്യകരമായ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുകയായിരുന്നു ICICIയുടെ മെയിൻ പർപ്പസ്.
The ICICI gives special consideration to projects promoted by new entrepreneurs who decide to set up the venture in backward areas. ഇന്ത്യയിലുള്ള ബാക്ക്വേർഡ് ഏരിയാസിലുള്ള ഇന്നോവേറ്റീവ് ഓൺട്രപ്രണേഴ്സിന് അവർക്ക് ആവശ്യകരമായ ഫണ്ട് പ്രൊവൈഡ് ചെയ്യാൻ സ്പെഷ്യൽ കൺസിഡറേഷൻ ICICI കൊടുത്തിരുന്നു. അതായത് ബാക്ക്വേർഡ് ഏരിയസിലുള്ള പുതിയ പുതിയ പ്രോജക്ട്സ്, അതായത് നല്ല ഓൺട്രപ്രണേഴ്സ് കൊണ്ടുവരുന്ന ഇന്നോവേറ്റീവ് ഐഡിയാസ് വഴി ആ ബാക്ക്വേർഡ് ഏരിയാസിൻ്റെ ഡെവലപ്മെൻറ്റിന് ആവശ്യകരമായ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ICICIയുടെ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ ഉള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഇന്ത്യയിലുള്ള പ്രൈവറ്റ് സെക്ടേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന 1955 എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു ഡെവലപ്മെൻറ്റ് ബാങ്കാണ്, പ്രൈവറ്റ് സെക്ടർ ഡെവലപ്മെൻറ്റ് ബാങ്കാണ് ദ ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. Industrial Development Bank of India. IDBI was established on the 1st July 1964 under the Industrial Development Bank of India Act 1964 as a wholly owned subsidiary of the Reserve Bank of India. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 1964 1st ജൂലൈയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് ബാങ്കാണ് IDBI, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ അപെക്സ് ബാങ്കിങ് ബോഡിയായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു സബ്സിഡറി ആയിട്ടാണ്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ആവശ്യകരമായ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു സബ്സിഡറി ആയിട്ടാണ് IDBI എസ്റ്റാബ്ലിഷ്ഡ് ആയത്. In terms of Public Financial Institutions Law Act 1975, the ownership of IDBI has been transformed to central government with effect from February 16, 1976. February 16, 1976, as per the Public Financial Institution Law Act 1975, IDBIയുടെ ഓണർഷിപ്പ് RBIയിൽ നിന്നും സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് ട്രാൻസ്ഫോം ചെയ്യപ്പെട്ടു. The IDBI offers concessional terms that cover any new or expansion project proposed to be located in areas which are declared backward by the government. സെൻട്രൽ ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്തേക്കുന്ന ബാക്ക്വേർഡ് ആയിട്ടുള്ള ഏരിയാസിൽ അവർക്ക് ആ ഒരു ബാക്ക്വേർഡ് ഏരിയാസിൻ്റെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ ഉണ്ടാകുന്ന ന്യൂ അല്ലെങ്കിൽ എക്സ്പാൻഷൻ പ്രോജക്ട്സിന് ആവശ്യകരമായ ഫണ്ട്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് IDBIയുടെ ഒബ്ജക്റ്റീവ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ്. IDBI has been assigned the role of the principal institution for coordinating the activities of the institutions engaged in financing, promoting or developing industries in conformity with the national policies. IDBI ഒരു അപെക്സ് ബോഡിയായി മാറുകയായിരുന്നു. അതായത് റിസർവ് ബാങ്ക്, ഇന്ത്യയിലെ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഏറ്റവും അപെക്സ് ബോഡിയായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സബ്സിഡറി ആയി ഫോം ചെയ്ത IDBI പിന്നീട് സെൻട്രൽ ഗവൺമെൻറ്റിലെ കൺട്രോളിലേക്ക് മാറുകയും അതിനുശേഷം ഇന്ത്യയിലുള്ള എല്ലാ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഫങ്ഷൻ ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു അപെക്സ് ബോഡിയായി ട്രാൻസ്ഫോം ചെയ്യുകയായിരുന്നു IDBI. ഇന്ത്യയിലെ നാഷണൽ പോളിസീസ് അനുസരിച്ചുള്ള എല്ലാ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിനെയും കോർഡിനേറ്റ് ചെയ്തിരുന്നത് IDBIയുടെ അണ്ടറിലാണ്. Small Industries Development Bank of India. In order to ensure larger flow of financial and non-financial assistance to the small scale sector, the Government of India set up the SIDB under a special act of the Parliament in October 1989 as a wholly owned subsidiary of the IDBI. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിസർവ് ബാങ്കിൻ്റെ ഒരു സബ്സിഡിയറി ആയിട്ടാണ് IDBI ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലുള്ള എല്ലാവിധ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിനും ഫണ്ട് പ്രൊവൈഡ് ചെയ്യുക, ആ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു IDBIയുടെ മെയിൻ ഫംഗ്ഷൻ. ഇത്തരത്തിലുള്ള IDBIയുടെ ഒരു സബ്സിഡിയറി ആയിട്ടാണ് SIDB, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യയിലുള്ള സ്മോൾ സ്കെയിൽ സെക്ടേഴ്സിന് ആവശ്യകരമായ ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള മോട്ടീവോടുകൂടി ഇന്ത്യ ഗവൺമെൻറ് ഡെവലപ്പ് ചെയ്ത അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇറ്റ് ഈസ് ദ പ്രിൻസിപ്പൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ പ്രൊമോഷൻ, ഫിനാൻസിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ഇൻ ദ സ്മോൾ സ്കെയിൽ സെക്ടർ. ഇന്ത്യയിലുള്ള എല്ലാവിധ സ്മോൾ സ്കെയിൽ സെക്ടേഴ്സിൻ്റെയും ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും ഫണ്ട് പ്രൊവൈഡ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു SIDBയുടെ ബേസിക് പ്രിൻസിപ്പൽ. SIDB has taken over the responsibility of administrating small scale industry development
fund from the IDBI. IDBIയുടെ റെസ്പോൺസിബിലിറ്റി ആയ ഇന്ത്യയിലുള്ള എല്ലാ ഡെവലപ്മെൻറ്റിൻ്റെയും മോണിറ്റർ ചെയ്യുക, ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിനുള്ള കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുക, അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി സ്മോൾ സ്കെയിൽ സെക്ടേഴ്സിൻ്റെ കേസിൽ, അതായത് ഇന്ത്യയിലുള്ള എല്ലാ സ്മോൾ സ്കെയിൽ സെക്ടേഴ്സിൻ്റെയും അഡ്മിനിസ്ട്രേഷൻ എന്നൊരു റെസ്പോൺസിബിലിറ്റി സിഡ്ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. അതായത് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിലുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിൻ്റെ എല്ലാവിധ കാര്യങ്ങളും അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്. Commercial banks and specialized financial institutions provide long-term funds to corporations. കോർപ്പറേറ്റ് സെക്ടർ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ സോഴ്സ് ആണ് ലോങ് ടേം ലോൺസ് എന്നുള്ളത്. ഇത്തരത്തിലുള്ള ലോങ് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത് കൂടുതലുമായി കൊമേഴ്ഷ്യൽ ബാങ്ക്സും മറ്റ് സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുമാണ്. സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡെവലപ്മെന്റ് ബാങ്ക്സിനെയാണ്. ഒരു ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനെ നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാം: കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്സ്. The banks which provide financial assistance to industry for the economic development of the country are known as development banks. ഒരു ഇൻഡസ്ട്രിക്ക് ആവശ്യമായ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാങ്ക് ഒരു കൺട്രിയുടെ ടോട്ടൽ എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ആ ഒരു കൺട്രിയിലെ ഇൻഡസ്ട്രീസിന് ആവശ്യമായ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്ക്സിനെയാണ് നമ്മൾ ഡെവലപ്മെന്റ് ബാങ്ക്സ് എന്ന് പറയുക. ഇത്തരത്തിലുള്ള ബാങ്ക്സ് മറ്റ് പബ്ലിക്കുമായി ഡയറക്റ്റ് ഇന്ററാക്ഷൻ നടത്താറില്ല. കൂടുതലുമായിട്ട് ഇത്തരത്തിൽ ഇൻഡസ്ട്രീസിന് ആവശ്യകരമായ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് ആവശ്യകരമായ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക, ഇത്തരം ആക്ടിവിറ്റീസ് ഒക്കെയാണ് ഡെവലപ്മെന്റ് ബാങ്ക്സ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു എക്കണോമിയുടെ ടോട്ടൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഇൻഡസ്ട്രീസിനും മറ്റ് സെക്ടേഴ്സിനും ആവശ്യകരമായ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്ക്സിനെയാണ് നമ്മൾ ഡെവലപ്മെന്റ് ബാങ്ക്സ് എന്ന് പറയാം. ഒരു കോർപ്പറേറ്റ് സെക്ടർ കൂടുതലുമായി ഡിപ്പെൻഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഡെവലപ്മെന്റ് ബാങ്ക്സിനെയാണ്. ഡെവലപ്മെന്റ് ബാങ്ക്സ് വഴിയാണ് ഏറ്റവും കൂടുതൽ അവർ യൂസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ സോഴ്സ് ആയ ലോങ് ടേം ഫണ്ട്സ് അവർ കണ്ടെത്തുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ലോങ് ടേം ഫണ്ട്സ്, ലോങ് ടേം ലോൺസ് എന്ന രീതിയിൽ ഉള്ള ഫിനാൻഷ്യൽ സോഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ബാങ്ക്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇന്ത്യയിലുള്ള ഓരോ സെക്ടേഴ്സ്, ഇൻഡസ്ട്രിയൽ സെക്ടർ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ, റൂറൽ ഡെവലപ്മെന്റ്, ഇതിനെല്ലാം വേണ്ടിയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ഡെവലപ്മെന്റ് ബാങ്ക്സ്, അതായത് ഇന്ത്യയുടെ ഓവറോൾ എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പല സെക്ടേഴ്സിനെയും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പല ഡെവലപ്മെന്റ് ബാങ്ക്സിനെയും ഇന്ത്യ ഗവൺമെന്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് RBIയുടെ അണ്ടറിൽ ഫോം ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ബാങ്ക്സിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഇൻഡസ്ട്രീസിന് ആവശ്യമായ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുക, നോൺ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക, അതുവഴി ടോട്ടൽ എക്കണോമിക് ഡെവലപ്മെന്റ് കൊണ്ടുവരിക. അപ്പോൾ ഇതും ഒരു സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. ഇന്ത്യയിലുള്ള എല്ലാ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസിനും പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടേഴ്സിന് ആവശ്യകരമായ ഫണ്ട് കണ്ടെത്താൻ യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ആണ് ലോങ് ടേം ലോൺസ് എന്നുള്ളത്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫിനാൻസ് എന്ന പേരിൽ അറിയപ്പെടും. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന പല ടൈപ്പ് ഓഫ് ലോൺസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. വാട്ട് ഡു യു മീൻ ബൈ ഡെവലപ്മെന്റ് ബാങ്ക്സ്? വിച്ച് ആർ ദ ഡെവലപ്മെന്റ് ബാങ്ക്സ് വിച്ച് പ്രൊവൈഡ് ടേം ലോൺസ് ടു ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ്? അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളുടെ ബേസിൽ നല്ല രീതിയിൽ വായിച്ച് പ്രിപ്പയർ ചെയ്യുക. പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.